മുസ്ലിം ലീഗും കോൺഗ്രസും പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴടങ്ങിയതായി പി.സി. ജോർജ്. പാലക്കാട് സീറ്റിന്റെ പേരിൽ ബി.ജെ.പി. വിട്ട വ്യക്തിയെ ഒരു മതവിഭാഗത്തിന്റെ നേതാവിന്റെ മുന്നിലേക്ക് കോൺഗ്രസ് ആനയിച്ചതിന്റെ കാരണം ജനങ്ങളോട് വ്യക്തമാക്കണമെന്നും പി.സി. ജോർജ് പറഞ്ഞു. കേരളം പോലെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനതയെ പൊളിറ്റിക്കൽ ഇസ്ലാമിന് അടിയറവ് വയ്ക്കുന്നത് ശരിയോ എന്ന് കോൺഗ്രസ് ചിന്തിക്കണം. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയോ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയോ എറണാകുളത്ത് ക്രൈസ്തവ മതമേലധ്യക്ഷനായ മാർ റാഫേൽ തട്ടിലിനെയോ കാണാൻ പോകാതെ സന്ദീപ് വാര്യർ പാണക്കാട് മാത്രം എത്തിയതിൽ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ തയ്യാറായില്ല? കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടുള്ള SNDPയുടെ ജനറൽ സെക്രട്ടറി എന്തുകൊണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയില്ല? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും പ്രമുഖ ക്രൈസ്തവ മേലധ്യക്ഷനായ നമ്മുടെ എറണാകുളത്തെ തിരുമേനിയെ കാണാൻ എന്തുകൊണ്ട് പോയില്ല? അവരെല്ലാം ഉപേക്ഷിച്ചു. അപ്പോ കോൺഗ്രസ് ഒരു മുസ്ലിം പ്രീണന രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞ സാദിഖ് അലി തങ്ങൾ അങ്ങേര് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആളാണ്. അങ്ങേർക്ക് മതേതരത്തെ പറ്റി വലിയ വിവരമൊന്നുമില്ല. ഞാനിത് പറയുമ്പോൾ അദ്ദേഹം പണം കണ്ട കാര്യമില്ല. എന്താണ് മുന്നമ്മ ഇഷ്യൂ? ആ വഖഫ് ബോർഡിന്റെ നയം ശരിയാണെന്ന് പ്രഖ്യാപിക്കുന്ന നമ്മുടെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ എങ്ങനെ മതേതരവാദിയാവും? ഒരു കാലഘട്ടത്തിൽ പാണക്കാട് കുടുംബം മതസൗഹാർദ്ദത്തിന്റെ കേന്ദ്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ മുസ്ലിം തീവ്രവാദികൾക്ക് കീഴടങ്ങിയിരിക്കുകയാണ്. ഇതിന്റെ തെളിവാണ് മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കത്തെ അനുകൂലിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വഖഫ് നിയമത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ നിലപാടും മുസ്ലിം തീവ്രവാദികൾക്ക് അനുകൂലമാണ്. ഈ സാഹചര്യത്തിൽ സന്ദീപ് വാര്യരുടെ പാണക്കാട് സന്ദർശനം മതേതരത്വത്തിന് കളങ്കമാണെന്നും പി.സി. ജോർജ് പറഞ്ഞു.